പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ന് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എനിക്കുണ്ടായ ഒരു അനുഭവമായിട്ടാട്ടോ. ഞാൻ ഇന്നലെ വണ്ടിൻ്റെ ബ്രേക്ക് എടുക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് തന്നെ ആളുകൾ പറയുന്നുണ്ട്, പിന്നെ RTO ചേസ് നമ്പറും എൻജിൻ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പുറത്തായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, അവനവൻ്റെ വണ്ടീൻ്റെ അവനെ അറിയണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് ആദ്യം ഇതിൻ്റെ ഒക്കെ ക്ലിയർ ആക്കി പോയതാണ്. അപ്പോൾ പല ആളുകൾ വന്നുകൊണ്ട് എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഓട്ടോ സ്റ്റേറ്റാണ് പോയത്. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് എൻജിൻ നമ്പർ എവിടെയാണ്, ചേസ് നമ്പർ എവിടെയാണ്. ഞാൻ കാണിച്ചു കൊടുത്തു, ഓട്ടോ സ്റ്റേറ്റ് എനിക്കറിയാം, ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പോൾ പല ആളുകളും എൻജിൻ നമ്പർ ഓൽക്ക് അറിയില്ല. അറ്റ്ലീസ്റ്റ് അവനവൻ്റെ വണ്ടീൻ്റെ എൻജിൻ നമ്പർ അവനാണെങ്കിൽ അറിഞ്ഞു വെക്കണം. അപ്പോൾ ഞാൻ ഓൽ കാണിച്ചു കൊടുത്തപ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ അവിടെയൊക്കെ തുരുമ്പ് കയറിയാണ്. ആ തുരുമ്പ് കയറിയത് പിന്നെ ഞാൻ എന്താട്ടി കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ വെള്ളച്ചോക്ക കൊണ്ടുപോയിന്, ഈ സ്കൂളിലൊക്കെ ബോർഡ് മേലുന്ന വെള്ളച്ചോക്ക, ആ വെള്ളച്ചോക്ക കൊണ്ടുപോയിക്കാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു നനച്ച് കണ്ട് നല്ലോണം വരുതി കൊടുത്ത്. ആ വരുതിയതിൻ്റെ ശേഷം എന്നിട്ട് ഞാൻ തുടച്ച്. അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ടോ. ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തീനി. അപ്പം ഇനി പിന്നെ വണ്ടിയിട്ട് പോകണമെങ്കിൽ എന്താ ചെയ്യുക വെച്ചാൽ, പിന്നെ ക്ലിയർ അല്ലാത്തോല് ഈ പഴയ റിന്യൂവലിന് വന്ന ഈ പ്രൈവറ്റ് വണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത്. അപ്പോൾ റിന്യൂവലിന് പോകണമെങ്കിൽ എന്ത് ചെയ്യുക വെച്ചാൽ അവിടെ ചോക്ക് കൊണ്ട് വരച്ചിട്ട് ആ നമ്പർ എല്ലാം ക്ലിയർ ആക്കുക. അപ്പോൾ എന്താ ചെയ്യും, നോക്കണ RTO ഓഫീസർമാർക്ക് എന്താ കറക്റ്റ് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ എന്നോട് ചോദിച്ചത്, പിന്നെ എൻ്റെ ടാക്സി വണ്ടിയാണ്, ഓട്ടോ സ്റ്റേറ്റ് ഞാൻ പോയത്. അപ്പോൾ എന്നോട് പിന്നെ മീറ്റർ നമ്പർ പറയാറ്. ഞാൻ മീറ്ററൊക്കെ നല്ല മൂടി കെട്ടിക്കാണ്ട് പോയതേനി, മഴക്കല്ലേനു. അപ്പോൾ എൻ്റെ മീറ്ററിൽ 30 ആണേനും പിന്നെ പോരാത്തതിന് ഞാനൊക്കെ മൂടി കെട്ടിയപ്പോഴൊക്കെ അയച്ചു തരണം. ഒക്കെ അയച്ചു കണ്ട് ഞാൻ മീറ്റർ നമ്പർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ചില ആൾക്കാർക്ക് പല അനുഭവമാണുള്ളത്. എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവമാണ്. ഇത് അറിയുന്നവരുണ്ടെങ്കിൽ എന്താ വെച്ചാൽ ക്ഷമിക്കുക, അറിയാത്തവരിലേക്ക് എത്തിക്കുക. അപ്പോൾ ഒന്നും കൂടെ പറയുന്നത്, ആ എൻജിൻ നമ്പറിൻ്റെ ചോക്കൊണ്ട് വെള്ള ചോക്ക നനക്കുക, നല്ലോണം വരുതുക. ആ വരുതിയതിന് ശേഷം നല്ലോണം തുടച്ച് ക്ലിയർ ആക്കിയാൽ എന്തായി ആ എൻജിൻ നമ്പർ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഓക്കെ.